റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം നെട്ടയം മലമുകളിലെ സംഘർഷത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നാണ് നിഗമനം. സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ വട്ടിയൂർക്കാവ് പോലീസിന് വീഴ്ചയുണ്ടായെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. സംഘർഷ സാഹചര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനും വീഴ്ചയുണ്ടായി. സംഘർഷത്തിന് പിന്നാലെ BJP നടപടി ആവശ്യപ്പെട്ട വട്ടിയൂർക്കാവ് SHO വിപിൻ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, മണിക്കൂറുകളോളം നീണ്ട തെരുവിലെ യുദ്ധം, അതിൽ CPM BJP പ്രവർത്തകരുണ്ടായിരുന്നു. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. ഇപ്പോഴും മുതിർന്ന നേതാക്കൾ, മൂന്ന് മുന്നണികളിലെയും മുതിർന്ന നേതാക്കൾ പരസ്പരം പ്രത്യാരോപണങ്ങളുമായി രംഗത്തുണ്ട്. തെരുവിലെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ? ഷിഹാസ്, തിരുവനന്തപുരം നഗരം അത്തരത്തിലൊരു രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് വേദിയായിട്ടില്ലാത്തൊരു പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ കുറേയേറെ കാലമായി ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന നെട്ടയം മലമുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ BJP CPM സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. അതിരൂക്ഷമായി തുടരുന്ന ആ സംഘർഷത്തിന്റെ ബാക്കി പത്രമെന്നോളമാണ് ഈ 4 ദിവസം മുൻപ് CPM പ്രവർത്തകനെ BJP പ്രവർത്തകർ ആക്രമിക്കുകയും തുടർന്ന് നാട്ടുകാർ ഇടപെടുകയും ആ വിഷയം അങ്ങനെ വലിയ വിഷയമായി മാറുകയും തുടർന്ന് BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത്. ഇതേ സമയത്താണ് മാധ്യമപ്രവർത്തകരെ അടക്കം BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിലാണ് ഇപ്പോൾ നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം കൂടി ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാവുന്നതായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രശ്നം വഷളാക്കുന്നതിൽ പോലീസിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, BJP ആദ്യഘട്ടം മുതലേ ആരോപിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കാലത്തടക്കം പറഞ്ഞതാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ അവരുടെ നിയമനമടക്കം രാഷ്ട്രീയ നിയമനങ്ങളാണ്. CPM പ്രാദേശിക നേതൃത്വം നടത്തിയിട്ടുള്ള നിയമനം. ആ നിയമനത്തെ തുടർന്നാണ് BJP പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയും BJP പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന കാര്യത്തിലേക്ക് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കടന്നതെന്നുള്ളതാണ്. എന്തായാലും അത് ആവർത്തിച്ചുകൊണ്ടാണ് BJP കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ പരിപാടികളിലും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയത്. എന്തായാലും ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SHO വിപിനാണ് ഇപ്പോൾ നിലയിൽ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.